നമസ്കാരം. ഇന്നത്തെ കാലത്ത് ഒരു കരിയർ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ശരിക്കും ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ നിറഞ്ഞൊരു കാര്യമാണ്, അല്ലേ? അതുകൊണ്ട് ഇന്ന് നമ്മൾ അത്രയധികം ചർച്ച ചെയ്യപ്പെടാത്ത എന്നാൽ വലിയ സാധ്യതകളുള്ള ഒരു കരിയർ ഓപ്ഷനെക്കുറിച്ചാണ് വിശദമായി സംസാരിക്കാൻ പോകുന്നത്. നിങ്ങളുടെ കരിയറിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഈ ചോദ്യം ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിലും വന്നിട്ടുണ്ടാവാം. IT സർവീസ് കമ്പനികളുടെ ആ ഒരു സ്ഥിരത വേണോ, അതോ ഒരു സ്റ്റാർട്ടപ്പിന്റെ ആവേശവും ത്രില്ലുമാണോ വേണ്ടത്? എന്നാൽ അധികമാരും ശ്രദ്ധിക്കാത്ത പക്ഷെ വളരെ ശക്തമായ ഒരു മൂന്നാമത്തെ ഓപ്ഷൻ കൂടിയുണ്ട്. ശരി, നമുക്കതിലേക്ക് കിടക്കാം. ഈ ഭാഗത്ത് നമ്മൾ സംസാരിക്കുന്നത് GCCകളെക്കുറിച്ചാണ്, അതായത് ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്ററുകൾ. ഒരു പക്ഷേ നിങ്ങളിൽ പലർക്കും ഇതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ ഉണ്ടായിരിക്കണമെന്നില്ല. പക്ഷേ ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകുന്ന വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണിത്. കഴിഞ്ഞ ഒരു 10-20 വർഷമായി ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിശബ്ദ വിപ്ലവമാണിത്. ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളുടെ ഭാഗമായി അവരുടെ ഗ്ലോബൽ ഓപ്പറേഷൻസിന്റെ ഹൃദയഭാഗത്ത് പ്രവർത്തിക്കാൻ അവസരം നൽകുന്ന ഒരു വലിയൊരു ലോകം ഇവിടെ നമ്മുടെ നാട്ടിൽ രൂപപ്പെട്ടു വന്നിരിക്കുന്നു. സ്റ്റാർട്ടപ്പുകളുടെ കാര്യം നമുക്കറിയാം. നല്ല ത്രില്ലുണ്ട്, പക്ഷേ റിസ്ക്കും കൂടുതലാണ്. ഇനി IT സർവീസ് കമ്പനികളുടെ കാര്യമെടുത്താലോ, അവിടെ നമ്മളൊരു വെണ്ടർ റോളിലാണ്. എന്നാൽ GCCകൾ ഇത് രണ്ടിന്റെയും ഏറ്റവും നല്ല വശങ്ങൾ ഒരുമിച്ച് തരുന്നു. അതെങ്ങനെയാണെന്നല്ലേ നമുക്ക് നോക്കാം. അപ്പോ നമുക്കിനി GCC എന്താണെന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കാം. ഇതിനെക്കുറിച്ചുള്ള പല തെറ്റിദ്ധാരണകളും മാറ്റാൻ ഈ ഒരു ഭാഗം നിങ്ങളെ സഹായിക്കും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഒരു GCCയിൽ നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ നിങ്ങളൊരു മൂന്നാം കക്ഷി ജീവനക്കാരനോ അല്ലെങ്കിൽ ഒരു വെണ്ടറോ അല്ല, മറിച്ച് നിങ്ങൾ ആ വലിയ ഗ്ലോബൽ കമ്പനിയുടെ സ്വന്തം ജീവനക്കാരൻ തന്നെയാണ്. നിങ്ങളുടെ ID കാർഡ്, നിങ്ങളുടെ പേറോൾ, നിങ്ങളുടെ കരിയർ പാത്ത്, ഇതെല്ലാം ആ മാതൃകമ്പനിയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കും. ഈ ആശയം ശരിക്കും ശ്രദ്ധേയമാണ്. നിങ്ങൾ പുറത്തുനിന്ന് സർവീസ് നൽകുന്ന ഒരാളല്ല, മറിച്ച് ആ കമ്പനിയുടെ ഹൃദയഭാഗത്ത് അതിൻ്റെ ഓരോ ചലനത്തിലും പങ്കാളിയായി അതിൻ്റെ വളർച്ചയ്ക്ക് നേരിട്ട് സംഭാവന നൽകുന്ന ഒരാളായി മാറുകയാണ്. ഒരു കാലത്ത്, അതായത് 90കളിലൊക്കെ GCCകൾ വെറും കോസ്റ്റ് സേവിംഗ് സെന്ററുകളായിട്ടാണ് തുടങ്ങിയത്. പിന്നെ അതൊരു ബാക്ക് ഓഫീസ് ജോലിയായി മാറി. എന്നാൽ ഇന്ന് കാലം ഒരുപാട് മാറി. ഇന്ന് GCCകൾ വെറും ബാക്ക് ഓഫീസുകളല്ല, മറിച്ച് ആഗോള കമ്പനികളുടെ ബ്രെയിനാണ്. അവരുടെ ഏറ്റവും പുതിയ കാര്യങ്ങൾ ചെയ്യുന്ന ഇന്നൊവേഷൻ ഹബ്ബുകളാണ്. ആ പഴയ ധാരണ തികച്ചും തെറ്റാണ്. അപ്പോൾ ഈ വ്യത്യാസം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു GCCയിൽ നിങ്ങൾ ഒരൊറ്റ കമ്പനിയുടെ ദീർഘകാല ലക്ഷ്യങ്ങൾക്കും വിജയത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നു. എന്നാൽ ഒരു IT സർവീസ് കമ്പനിയിൽ നിങ്ങളുടെ ഫോക്കസ് പല ക്ലയന്റുകൾക്ക് വേണ്ടിയുള്ള പ്രൊജക്റ്റുകൾ സമയത്തിന് തീർക്കുന്നതിലായിരിക്കും. ഈ വ്യത്യാസം നിങ്ങളുടെ കരിയർ വളർച്ചയെ ഒരുപാട് സ്വാധീനിക്കും. ശരി, ഇതൊക്കെ കേൾക്കാൻ കൊള്ളാം. പക്ഷേ ഇതുകൊണ്ട് നിങ്ങൾക്ക്, അതായത് ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും വ്യക്തിപരമായി എന്ത് പ്രയോജനമാണുള്ളത്? നിങ്ങളുടെ കരിയറിൽ ഒരു GCCക്ക് എന്ത് മാറ്റം കൊണ്ടുവരാൻ സാധിക്കും? നമുക്ക് നോക്കാം. ഈ സംഖ്യയുടെ വലുപ്പമൊന്ന് നോക്കൂ. 19 ലക്ഷം. ഇന്ത്യയിൽ മാത്രം ഏകദേശം 19 ലക്ഷം പ്രൊഫഷണലുകളാണ് GCCകളിൽ ജോലി ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇത് കേരളത്തിലെ ഒരു വലിയ നഗരത്തിലെ ജനസംഖ്യയേക്കാൾ കൂടുതലാണ്. ഇത് എത്ര വലിയൊരു അവസരമാണെന്ന് ചിന്തിച്ചു നോക്കൂ. വരും വർഷങ്ങളിൽ ഇതിനിയും ഒരുപാട് വളരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങളിപ്പോൾ കരിയർ തുടങ്ങുന്ന ഒരാളായാലും ശരി, അല്ലെങ്കിൽ കരിയറിന്റെ മധ്യത്തിൽ നിൽക്കുന്ന ഒരു പ്രൊഫഷണലായാലും ശരി, GCCകൾ നിങ്ങൾക്ക് വ്യക്തമായ നേട്ടങ്ങൾ നൽകുന്നുണ്ട്. ഇത് വെറുമൊരു ജോലി മാത്രമല്ല, മറിച്ച് നിങ്ങളുടെ വളർച്ചയ്ക്കുള്ളൊരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമാണ്. അടുത്തതായി, ഒരു GCCയിൽ നിങ്ങൾക്ക് എവിടെയാണ് ശോഭിക്കാൻ കഴിയുക എന്ന് നോക്കാം. ഇവിടെ എന്തെല്ലാം തരം റോളുകളാണ് സാധാരണയായി ലഭ്യമായിട്ടുള്ളത്? GCC എന്ന് കേൾക്കുമ്പോൾ തന്നെ പലരുടെ മനസ്സിൽ വരുന്നത് അതൊരു ടെക്നോളജി ജോലി മാത്രമാണെന്നാണ്. എന്നാൽ അതൊരു വലിയ തെറ്റിദ്ധാരണയാണ്. ഈ സ്ലൈഡിൽ കാണുന്നതുപോലെ ടെക്നോളജി ഒരു വലിയ ഭാഗമാണ്, സംശയമില്ല. പക്ഷേ അതുകൂടാതെ ഫിനാൻസ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, HR, സപ്ലൈ ചെയിൻ, ഡിസൈൻ, ഇങ്ങനെ വൈവിധ്യമാർന്ന ഒരുപാട് മേഖലകളിൽ ഇവിടെ വലിയ അവസരങ്ങളുണ്ട്. ഒരു GCCയിൽ ശോഭിക്കാൻ നിങ്ങളുടെ ടെക്നിക്കൽ അറിവ് മാത്രം മതിയാവില്ല. അതിനപ്പുറം ചില കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. പുതിയ കാര്യങ്ങൾ വളരെ വേഗത്തിൽ പഠിക്കാനുള്ള കഴിവ്, അതായത് ഇന്നുപയോഗിക്കുന്ന ടെക്നോളജി നാളെ മാറിയാൽ അതിനോട് പൊരുത്തപ്പെടാനുള്ളൊരു കഴിവ്, പല രാജ്യങ്ങളിലെ സഹപ്രവർത്തകരുമായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള മികവ്, പിന്നെ ഏറ്റവും പ്രധാനമായി സ്വന്തമായി മുൻകൈയെടുത്ത് പ്രശ്നങ്ങൾ പരിഹരിക്കാനും പുതിയ ആശയങ്ങൾ കൊണ്ടുവരാനുമുള്ളൊരു മനോഭാവം അത്യാവശ്യമാണ്. ശരി, ഇത്രയും കേട്ടപ്പോൾ നിങ്ങൾക്ക് GCCയിൽ ചേരാൻ ഒരു താൽപ്പര്യം തോന്നിയിട്ടുണ്ടാവാം എന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത പടി എന്താണ്? എങ്ങനെ ഇതിലേക്ക് പ്രവേശിക്കാം? ഇനി ജോലി കിട്ടിയാൽ തന്നെ അവിടെ എങ്ങനെ വിജയിക്കാം എന്നതിനെക്കുറിച്ച് ചില പ്രായോഗികമായ കാര്യങ്ങൾ നോക്കാം. ഒരു GCCയിലേക്കുള്ള ഇന്റർവ്യൂ നിങ്ങളൊരു പരീക്ഷയായി കാണരുത്,
പകരം നിങ്ങളുടെ കഴിവുകളും അനുഭവങ്ങളും ആ കമ്പനിയുടെ ലക്ഷ്യങ്ങളുമായി എങ്ങനെ യോജിക്കുന്നു എന്ന് വ്യക്തമാക്കാനുള്ളൊരു സംഭാഷണമായി കാണുക. ഓർക്കുക, നിങ്ങൾക്കിപ്പോൾ എന്തറിയാം എന്നതിനൊപ്പം തന്നെ പുതിയ കാര്യങ്ങൾ പഠിക്കാനും വളരാനുമുള്ള നിങ്ങളുടെ കഴിവും അവർ തീർച്ചയായും വിലയിരുത്തും. അത് പ്രകടിപ്പിക്കാൻ ശ്രമിക്കുക. ജോലി കിട്ടിയാൽ മാത്രം പോരല്ലോ. അവിടെ വളർച്ച നേടണമെങ്കിൽ സ്ഥിരതയോടെ നല്ല പ്രകടനം കാഴ്ചവെക്കുകയും നിങ്ങളുടെ സംഭാവനകളെക്കുറിച്ച് കൃത്യമായി ആശയവിനിമയം നടത്തുകയും വേണം. സ്വന്തമായി മുൻകൈയെടുത്ത് പുതിയ കാര്യങ്ങൾ ചെയ്യുകയും നിരന്തരം പഠിക്കുകയും ചെയ്യുന്നവർക്ക് GCCകളിൽ വലിയൊരു ഭാവി ഉറപ്പിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിൻ്റെ എല്ലാം കാതല് ഈ ഒരു വാക്യത്തിലുണ്ട്. ഒരു GCC നൽകുന്നത് കേവലം ഒരു ജോലി മാത്രമല്ല, മറിച്ച് നിങ്ങളുടെ കരിയറിനെ നിങ്ങൾ ചിലപ്പോൾ സങ്കല്പിക്കുന്നതിലും അപ്പുറത്തേക്ക് ഉയർത്താൻ സഹായിക്കുന്ന ഒരു വലിയ യാത്രയിലേക്കുള്ള പ്രവേശനമാണ്. അപ്പോൾ ചോദ്യമിതാണ്, സ്ഥിരതയും ആഗോളാവസരങ്ങളും ഇന്നൊവേഷനുമെല്ലാം ഒരുമിക്കുന്ന ഈ പുതിയ കരിയർ ലോകത്തേക്ക് ചുവടുവയ്ക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഉത്തരം നിങ്ങളുടെ കയ്യിലാണ്.